ഹായ് ഫ്രണ്ട്സ്, നമസ്തേ. എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? അപ്പോൾ ലൈഫ് ഓഫ് ഹേമയുടെ ചാനൽ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, നല്ല കമൻറ്റുകൾ അറിയിക്കണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് പഴമയുടെ ഒരു രുചിക്കൂട്ടുമായി ഞാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ കറികളിലും ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മൾ എടുത്ത് കളയാറില്ലേ എന്നും കറികളിൽ നിന്ന് ആ കറിവേപ്പിലയും അരി വറുത്ത് പൊടിച്ചതും ചേർത്ത് ഒരല്പം ഉപ്പും ചേർത്ത് മിക്സിയിൽ പൊടിച്ച് വയ്ക്കാം. ഇത് വേനൽക്കാലത്താണെങ്കിൽ വറുത്തേണ്ട ആവശ്യമില്ല, ഉണക്കി പൊടിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഗ്രീനിഷ് കളറ് പോവില്ല. ഇതിപ്പോൾ കുറച്ച് കളറ് പോയെന്നുള്ളൂ, പക്ഷെ ഗുണം കുറയില്ല കേട്ടോ. നല്ല ഏത് കറിയിൽ ഇട്ടാലും നല്ല രുചി ഉണ്ടായിരിക്കും, നല്ല മണം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കറിക്ക് നല്ല കൊഴുപ്പും കിട്ടും. ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ്. നമ്മൾ കോൺഫ്ലോറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, അരിയല്ലേ, ഇത് കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് കാണിച്ചു തരാം. പൊടിച്ചാൽ ദേ ഇതുപോലെ കിട്ടും. ഇത് ഏത് കറിയിലും, തോരനിലോ സാമ്പാറിലോ പുളിശ്ശേരിയിലോ ചിക്കനിലും ഫിഷ് കറിയിലും എല്ലാത്തിലും ചേർക്കാം. മായം ഇല്ലാത്ത രുചിക്കൂട്ടാണ്. മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ള രുചിക്കൂട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ഇത് പൊടിച്ച് കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാവേ, എങ്ങനെ ഇരിക്കുന്ന അറിയണ്ടേ. മിക്സിയുടെ ജാർ എടുക്കുക, 2 തവണയായിട്ട് പൊടിക്കണേ. ഓക്കെ, പകുതി അരി വറുത്തതിടുക. നല്ല മണമാണ് അരി വറുത്ത അല്ലേ. നമ്മൾ പണ്ട് അരി ഉണ്ടയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലേ കുട്ടിക്കാലത്ത്, അതുപോലെ ഇരിക്കുന്നു അല്ലേ. ഇനി അതിന് ശേഷം ഉപ്പ് ഇടണം. കല്ലുപ്പായ നന്നായി, അല്ലെങ്കിൽ കുറച്ച് ഉപ്പ്. അപ്പോൾ കറിയിൽ ഈ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ കേട്ടോ. കുറച്ച് വേണം യൂസ് ചെയ്യാൻ. ഇത് പൊടിച്ച് വരട്ടെ. കണ്ടോ, ഹായ് എന്താ മണം. ഇനി ആരും കറിവേപ്പില കളയില്ല കറിയിൽ നിന്ന്. കണ്ടോ, ഇതൊരു സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നേ. ഇഷ്ടപ്പെട്ടോ? നല്ല രുചിക്കൂട്ടാണ് കേട്ടോ. എല്ലാ കറികളും നല്ല മണം ഉണ്ടായിരിക്കും. ഓക്കെ, ബൈ. ശുഭരാത്രി ഒരിക്കൽ കൂടി.